energized the lion in you. Black Simba. അപ്പോൾ നമ്മളങ്ങ് ഉറപ്പിച്ചു, വരുന്ന 13-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ ബാക്കി നിൽക്കെ അത്ര ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദി. ചാർ സൗപാറിനെ കൈവിട്ട ശേഷം പല വിധത്തിലാണ് BJP വോട്ടർമാരെ കയ്യിലെടുക്കാൻ നോക്കുന്നത്. വരുന്ന 13-ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇറ്റലിയിലേക്ക് പോകുമെന്നാണ് നരേന്ദ്രമോദി ഒടുവിൽ പറഞ്ഞത്. ആ വല്ലാത്തൊരു ആത്മവിശ്വാസത്തിൽ അല്പം പേടി ഒളിഞ്ഞിരിപ്പുണ്ടോ? BJP തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന തോന്നലുണ്ടാക്കാനാണ് മോദി കിണഞ്ഞ് ശ്രമിക്കുന്നത്. പോളിംഗ് ശതമാനം അനുകൂലമായ ട്രെൻഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും BJPക്ക് ചങ്കിടിപ്പുണ്ട്. 10 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 96 മണ്ഡലങ്ങൾ കൂടി വിധിയെഴുതുമ്പോൾ പോളിംഗ് ശതമാനം 68-നടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 1% കുറവാണ് രേഖപ്പെടുത്തിയത്. ശ്രീനഗറിൽ 37.98% പോളിംഗ് രേഖപ്പെടുത്തി. 96-ൽ രേഖപ്പെടുത്തിയ 14% ഇതുവരെയുള്ള ഉയർന്ന കണക്ക്. പശ്ചിമ ബംഗാളിൽ 78.44%, ആന്ധ്രാപ്രദേശിൽ 78.25%, ഒഡീഷയിൽ 73.97%, ഉത്തർപ്രദേശിൽ 58.05% എന്നിങ്ങനെ പോകുന്നു പോളിംഗ് നിരക്ക്. 4ാം ഘട്ട പോളിംഗ് പിന്നിടുന്നതോടെ 70% ലോക്സഭാ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 400-ലധികം സീറ്റുകൾ എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അമിത്ഷാ പറയുന്നത്. പുതിയ സർക്കാർ 13-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഒരു ഹിന്ദി വാർത്താ ചാനലിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പോളിംഗ് പൂർത്തിയാകുന്നതിന് മുൻപേ സ്വയമേവ ഉറപ്പിക്കുന്ന ഈ തന്ത്രം പുതിയതാണ്. ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട്. ആവനാഴിയിൽ നിന്ന് അതെല്ലാം ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ് നരേന്ദ്രമോദി. ഇതുകേട്ട് വോട്ടർമാർ ഇനി നമ്മൾ എന്തിന് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് ആലോചിച്ചാലോ? കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ ഈ 13-ലെ സത്യപ്രതിജ്ഞാ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം കാശ്മീരിൽ പോളിംഗ് ശതമാനം ഉയർന്നത് പുനഃസംഘടനയുടെ വിജയമാണെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. തെരഞ്ഞെടുപ്പിലെ ഘട്ടങ്ങൾ ഉന്നമിട്ടാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത്. അതേസമയം 4ാം ഘട്ടത്തിലെ പോളിംഗ് നിരക്ക് BJPയുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണെന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത്. ഇനിയും മോദിക്ക് ഭരണം കിട്ടിയാൽ വിമാനത്താവളങ്ങൾ അദാനിക്ക് തീരെഴുതിയതുപോലെ രാജ്യത്തെ തന്നെ വിൽക്കുമെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മോദി അദാനി ഡീലിനെ വിമർശിച്ച് അദാനിക്ക് കൈമാറിയ ലക്നൗ വിമാനത്താവളത്തിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോയും രാഹുൽ ഇതോടൊപ്പം പുറത്തുവിട്ടു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.